മംഗല്യദോഷ പരിഹാരങ്ങൾ. വിവാഹത്തിന് കാലതാമസം നേരിടുക എന്നത് നിരവധി പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വിവാഹ തടസ്സത്തിനു കാരണമാകുന്ന നിരവധി ജാതക പ്രത്യേകതകളുണ്ട്. വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഗ്രഹം ജാതകത്തിൽ ഏതെന്നു കണ്ടെത്തി ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് പ്രധാനമായി വേണ്ടത്. ജാതകത്തിൽ 7-ാം ഭാവവുമായോ ഭാവാധിപനുമായോ ശനിക്ക് യോഗ ദൃഷ്ട്യാദികൾ വന്നാൽ വിവാഹത്തിന് കാലതാമസം നേരിടും. ഇവിടെ ശനി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമാണ്. ദോഷകാഠിന്യമനുസരിച്ച് നിശ്ചിത ശനിയാഴ്ചകളിൽ തുടർച്ചയായി വ്രതമനുഷ്ഠിക്കുക, ശനീശ്വര പൂജ ചെയ്യുക, പത്നി സമേതനായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. മംഗല്യ തടസ്സം മാറുന്നതിനും അതുപോലെ ജാതകപ്പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച് ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനും പരിഹാരമായി 7 തിങ്കളാഴ്ചകൾ തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുക, ഞായറാഴ്ച വൈകിട്ട് ഭക്ഷണം ഉപേക്ഷിക്കുകയും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്ത് അവിടുന്ന് ലഭിക്കുന്ന വെള്ള നിവേദ്യം മാത്രം ഭക്ഷിക്കുകയും ചെയ്യുക. പാർവതി പ്രതിഷ്ഠ കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണുത്തമം. സ്വയംവര പാർവതി ധ്യാനം തുടങ്ങിയവ ഈ സമയം ഭക്തിപൂർവം ജപിക്കേണ്ടതാണ്. ഉത്തമനായ ആചാര്യനിൽ നിന്ന് ഉപദേശം ലഭിച്ചാൽ സ്വയംവര മന്ത്രവും ജപിക്കാവുന്നതാണ്. ഇങ്ങനെ 7 തിങ്കളാഴ്ചകൾ തുടർച്ചയായി വ്രതമെടുക്കുക. 7-ാം തിങ്കളാഴ്ച രാത്രി സ്വഭവനത്തിൽ വെച്ച് ദമ്പതി പൂജ നടത്തുക. ദമ്പതി പൂജയിൽ ബ്രാഹ്മണ ദമ്പതിമാരാണ് പങ്കെടുക്കേണ്ടത്. ഒരു ഉത്തമ കർമ്മിയെ കൊണ്ട് ദമ്പതി പൂജ നടത്തിക്കുക. പൂജയ്ക്കു ശേഷം കാലുകഴുകി ചൂണും നടത്തി വസ്ത്രം, ദക്ഷിണ എന്നിവ നൽകി അനുഗ്രഹം വാങ്ങണം. ഇത് പൊതുവെ അനുഷ്ഠിച്ചു വരുന്ന ഫലപ്രദവും ലളിതവുമായ ഒരു കർമ്മമാണ്. ജാതക ചേർച്ചയില്ലാതെ വിവാഹം കഴിച്ച ഭർത്താവും ഭാര്യയും ഒന്നിച്ച് വ്രതമെടുക്കുകയും അനുബന്ധ കർമ്മങ്ങളിൽ പങ്കാളികളാവുകയും വേണം. ചൊവ്വാദോഷ പരിഹാരം. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെന്നു കണ്ടാൽ അതിനു പ്രതിവിധിയായി വിധിപ്രകാരമുള്ള ഗ്രഹശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അംഗാരക പൂജ, മന്ത്രജപം, സ്തോത്രജപം, ദാനം, രത്നധാരണം, യന്ത്രധാരണം, ദേവതാഭജനം ഇങ്ങനെ നിരവധി ഗ്രഹദോഷ പരിഹാരങ്ങളുള്ളതിൽ ഉചിതമായവ അനുഷ്ഠിക്കുക. ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് മംഗല്യസിദ്ധിക്കായി ക്ഷേത്ര ദർശനം, വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. നിശ്ചിത ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ടുള്ള ക്ഷേത്ര ദർശനമാണ് ആദ്യം ചെയ്യേണ്ടത്. ദോഷകാഠിന്യമനുസരിച്ച് 21 41 ദിവസങ്ങൾ വ്രതമനുഷ്ഠിക്കാം. ഉദാഹരണമായി, ചൊവ്വ മേടത്തിൽ നിൽക്കുന്ന ജാതകർക്ക് വിവാഹ തടസ്സം അനുഭവപ്പെട്ടാൽ 21 ചൊവ്വാഴ്ചകൾ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. 21-ാം ചൊവ്വാഴ്ച സ്വഭവനത്തിൽ വെച്ച് ചൊവ്വയ്ക്ക് പൂജയും സ്വയംവര പൂജയും നടത്തി വ്രത സമാപ്തി വരുത്താം. ശ്രാവണ മാസത്തിലെ, അതായത് കർക്കിടകത്തിലെ അമാവാസി മുതൽ ചിങ്ങത്തിലെ അമാവാസി വരെ ചൊവ്വാഴ്ചകൾ വ്രതമനുഷ്ഠിക്കുന്നതും കുജദോഷ ശാന്തിക്ക് വിശേഷമാണ്. 4-ാം ചൊവ്വാഴ്ച കുജപൂജയും സ്വയംവര പൂജയും നടത്തി വ്രതസമാപ്തി വരുത്താം. ചൊവ്വ ഇടവം രാശിയിൽ നിന്നാൽ
നിശ്ചിത വെള്ളിയാഴ്ചകൾ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം നടത്തുക. മിഥുനത്തിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത ബുധനാഴ്ചകൾ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം. കർക്കിടകത്തിൽ നിന്നാൽ നിശ്ചിത തിങ്കളാഴ്ചകൾ തുടർച്ചയായി ദേവീ ക്ഷേത്ര ദർശനം. ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നാൽ നിശ്ചിത ഞായറാഴ്ചകൾ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം. കന്നിരാശിയിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത ബുധനാഴ്ചകൾ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം. തുലാം രാശിയിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത വെള്ളിയാഴ്ചകൾ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം. വൃശ്ചികത്തിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത ചൊവ്വാഴ്ചകൾ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം. ധനുവിലായാൽ നിശ്ചിത വ്യാഴാഴ്ചകൾ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം. മകരത്തിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത ശനിയാഴ്ചകൾ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം. കുംഭത്തിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത ശനിയാഴ്ചകൾ തുടർച്ചയായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം. മീനത്തിൽ ചൊവ്വ നിന്നാൽ നിശ്ചിത വ്യാഴാഴ്ചകൾ തുടർച്ചയായി ദേവീക്ഷേത്ര ദർശനം. ചൊവ്വ യുഗ്മരാശിയിൽ നിൽക്കുന്നവർക്കാണ് ദേവീക്ഷേത്ര ദർശനം വിധിച്ചത്. യുഗ്മരാശിസ്ഥിതനായ ചൊവ്വ ഭദ്രകാളിയെയാണ് സൂചിപ്പിക്കുന്നത്. മംഗല്യസിദ്ധിക്കായി ശാന്തഭാവത്തിൽ ഭദ്രയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തേണ്ടത്. ശംഭുസ്ഥ എന്ന ധ്യാനപ്രകാരം ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ ചൊവ്വ യുഗ്മരാശി സ്ഥിതിതരായവർ ദർശനം നടത്തുന്നതാണ് അഭിലഷണീയം. ശിവപത്നിയായ ശിവയായും ശിവപുത്രിയായ ശിവജയായും ഭദ്രകാളിക്ക് ഭാവസങ്കല്പങ്ങളുണ്ട്. ശിവയായ ഭദ്രകാളിയെയാണ് കുജദോഷ ശാന്തിക്ക് ആരാധിക്കേണ്ടത്. ചൊവ്വ ഓജരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ജാതകർ കുജദോഷ പരിഹാരത്തിനായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത്. പ്രത്യേകിച്ച് വള്ളി സമേതനായി സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന് സവിശേഷ പ്രാധാന്യമുണ്ട്. ഉദാഹരണം, നാഗർകോവിലിനു സമീപമുള്ള കുമാരകോവിൽ. കുജദോഷം മൂലം ദാമ്പത്യ ദുരിതങ്ങൾ, കലഹം, വിരഹം തുടങ്ങിയവ അനുഭവിക്കുന്നവർ ശരീര മനോശുദ്ധികളോടെ ഹനുമാനെ ഭജിക്കുന്നത് ദോഷശാന്തിക്ക് സഹായകമാണ്. ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കുന്നതിൽ ഹനുമാൻ വഹിച്ച പങ്ക് ഓർമ്മിക്കുക. രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യവും പാരായണം ചെയ്യുകയും ഹനുമത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നതും ഫലപ്രദമാണ്. ഇതുപോലെ 7 പൗർണമികൾ തുടർച്ചയായി ശ്രീ പാർവതീ പൂജ കഴിച്ച് വെളുത്ത പൂക്കൾ കൊണ്ട് സ്വയംവരാർച്ചന നടത്തുന്നതും മംഗല്യസിദ്ധിപ്രദമാണ്. സ്വയംവര യന്ത്രവും മംഗല്യസിദ്ധിക്കായി ധരിക്കുന്ന പതിവുണ്ട്. നാൾ പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച ദമ്പതിമാർ വിധിപ്രകാരം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതിനായി വിധിക്കപ്പെട്ടിട്ടുള്ള ദാനകർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു. രാശിപ്പൊരുത്തമില്ലെങ്കിൽ സ്വർണം കൊണ്ട് പാർവതീ പരമേശ്വര പ്രതിമയുണ്ടാക്കി യഥാവിധി ദാനം ചെയ്യണം. രാശ്യാധിപ പൊരുത്തമില്ലെങ്കിൽ ഗാഠാലിംഗിതയായ സീതയിൽ അനുരക്തനായ ശ്രീരാമൻ്റെ പ്രതിമയും, വശ്യപ്പൊരുത്തമില്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ശുക്രപ്രതിമയും, ഗണപ്പൊരുത്തമില്ലെങ്കിൽ ഗണപതി വിഗ്രഹവും, മാഹേന്ദ്രപ്പൊരുത്തമില്ലെങ്കിൽ നാരായണ പ്രതിമയും, യോനിപ്പൊരുത്തമില്ലെങ്കിൽ കാമധേനു പ്രതിമയും, ദിനപ്പൊരുത്തമില്ലെങ്കിൽ സൂര്യപ്രതിമയും, രജ്ജുദോഷമുണ്ടെങ്കിൽ സ്വർണനിർമ്മിതമായ ശിവപ്രതിമയും, വേദദോഷമുണ്ടെങ്കിൽ സ്വർണനിർമ്മിതമായ വരാഹപ്രതിമയും കൂർമ്മപ്രതിമയായാലും മതി. യഥാവിധി
പൂജാതി കർമ്മങ്ങൾക്കു ശേഷം ദാനം ചെയ്യണം. ശശാങ്ക ശാരദീയം എന്ന ഗ്രന്ഥത്തിലാണ് ഈ ദാനവിധികൾ ഉള്ളത്. നക്ഷത്രപ്പൊരുത്തം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ളതായതിനാൽ ദമ്പതിമാർ ഒരുമിച്ച് തിങ്കളാഴ്ചകളിൽ പാർവതീസമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തുന്നത് അനുഷ്ഠാനക്ഷമമായ ഒരു ദോഷപരിഹാര കർമ്മമാണ്. ഐക്യമത്യ സൂക്തം, പുഷ്പാഞ്ജലി, ഉമാമഹേശ്വര പൂജ തുടങ്ങിയവയും നടത്തുന്നത് ഫലപ്രദം.